നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് പോലൊരു സുപ്രധാന ടൂർണമെന്റിൽ ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ച് വിരാട് കോഹ്ലി. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് മിന്നും വിജയം. ആധികാരികമായി പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെമി ഫൈനലിന് തൊട്ടരികയായി. ടോസ് ഒഴികെ എല്ലാം കൊണ്ടും ഏകപക്ഷീയമായി മാറിയ മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തത്. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാൻ 49 ഓവറിൽ 241 റൺസിന് പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗിൽ 45 പന്തും 6 വിക്കറ്റും ബാക്കിയാക്കി ഇന്ത്യ വിജയത്തിലെത്തി. തകർപ്പൻ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ വിജയശില്പി. ഇന്ത്യക്ക് വിജയത്തിലേക്ക് 2 റൺസ് മാത്രം വേണ്ട ഘട്ടത്തിൽ ഖുർഷിദിൽ ഷായ്ക്കെതിരെ ബൗണ്ടറി നേടിയാണ് കോഹ്ലി സെഞ്ചുറി പൂർത്തിയാക്കിയത്. ടൂർണമെന്റിൽ തുടർച്ചയായ 2ാം ജയം സ്വന്തമാക്കിയ ഇന്ത്യ സെമി ഫൈനലിൽ ഏറെക്കുറെ സ്ഥാനം ഉറപ്പിച്ചു. നിലവിൽ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യ സെമിയിൽ കടക്കാതെ പുറത്താകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇനി മാർച്ച് 22-ന് ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. മറുവശത്ത് ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി ഒരു ICC ടൂർണമെന്റിന് ആതിഥ്യം വഹിക്കാൻ അവസരം കിട്ടിയ പാകിസ്ഥാൻ തുടർച്ചയായ 2ാം തോൽവിയോടെ ടൂർണമെന്റിൽ നിന്ന് ഏറെക്കുറെ പുറത്തായി. ഇനി ഫെബ്രുവരി 27-ന് ബംഗ്ലാദേശിനെതിരെയാണ് പാകിസ്ഥാന്റെ അവസാന ഗ്രൂപ്പ് മത്സരം. ഫോമിലേക്ക് തിരിച്ചെത്തിയ വിരാട് കോഹ്ലിയുടെ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റിംഗിലെ ഹൈലൈറ്റ്. അർഹിച്ച സെഞ്ചുറി സ്വന്തമാക്കി വീണ്ടും കിങ് കോഹ്ലി എന്ന വിളിപ്പേരിനോട് നീതി പുലർത്തിയ കോഹ്ലി 100 റൺസുമായി പുറത്താക്കാതെ നിന്നു. ഏകദിനത്തിൽ മികച്ച ഫോമിലുള്ള ശ്രേയസ് അയ്യരും അർദ്ധ സെഞ്ചുറി നേടി. കോഹ്ലി 111 പന്തിൽ 7 ഫോറുകളോടെയാണ് 100 റൺസ് എടുത്തത്. അയ്യർ 67 പന്തിൽ 5 ഫോറും 1 സിക്സും സഹിതം 56 റൺസ് എടുത്ത് പുറത്തായി. ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗിൽ ഇത്തവണ 46 റൺസ് എടുത്തും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 20 റൺസ് എടുത്തും പുറത്തായി. വിജയം ഉറപ്പിച്ച നിമിഷത്തിൽ ശ്രേയസ് അയ്യരെ ഖുർഷിദിൽ ഷായും ഹാർദിക് പാണ്ഡ്യയെ ഷഹീൻ അഫ്രീദിയും പുറത്താക്കി. അക്ഷർ പട്ടേൽ 4 പന്തിൽ 3 റൺസുമായി പുറത്താകാൻ നിന്നു. 52 പന്തുകൾ നേരിട്ട ഗിൽ 7 ഫോറുകളോടെയാണ് 46 റൺസ് എടുത്തത്. പവർ പ്ലേയിൽ മികച്ച തുടക്കം സമ്മാനിച്ച രോഹിത് 15 പന്തിൽ 3 ഫോറും 1 സിക്സും സഹിതം 20 റൺസ് എടുത്ത് പുറത്തായി. ഷഹീൻ അഫ്രീദിയുടെ തകർപ്പൻ യോർക്കറിലാണ് രോഹിത് വീണതെങ്കിൽ അബ്രാർ അഹമ്മദിന്റെ പന്തിൽ ക്ലീൻ ബൗൾഡായാണ് ഗില്ല് പുറത്തായത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ഗിൽ രോഹിത് സഖ്യം 30 പന്തിൽ 31 റൺസ് എടുത്ത് ഭേദപ്പെട്ട തുടക്കം സമ്മാനിച്ചു. 2ാം വിക്കറ്റിൽ ഗിൽ കോഹ്ലി സഖ്യം 75 പന്തിൽ 69 റൺസ് എടുത്ത് വിജയത്തിന് അടിത്തറയിട്ടു. 3ാം വിക്കറ്റിൽ കോഹ്ലി ശ്രേയസ് സഖ്യം സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്ത് വിജയം അനായാസമാക്കി. 128 പന്തിൽ ഇരുവരും കൂട്ടിച്ചേർത്തത് 114 റൺസ്. പാകിസ്ഥാന് കിട്ടിയ 2 വിക്കറ്റുകൾ ഷഹീൻ അഫ്രീദി, അബ്രാർ അഹമ്മദ് എന്നിവർ പങ്കിട്ടു. ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിംഗ് മികവിനൊപ്പം പാകിസ്ഥാൻ ഫീൽഡർമാർ കൈവിട്ട ക്യാച്ചുകളും പാഴാക്കിയ റണ്ണൌട്ട് അവസരങ്ങളും ഇന്ത്യൻ വിജയം കൂടുതൽ അനായാസമാക്കി. ഗിൽ, ശ്രേയസ് അയ്യർ എന്നിവർ നൽകിയ ക്യാച്ച് അവസരങ്ങൾ കൈവിട്ട് പാക് ഫീൽഡർമാർ കോഹ്ലിയെ റണ്ണൌട്ടാക്കാനുള്ള അവസരവും കളഞ്ഞു കുളിച്ചു. ഇന്നലത്തെ മത്സരത്തിൽ 15 റൺസ് നേടിയതോടെ ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് പിന്നിടുന്ന താരമെന്ന റെക്കോർഡും വിരാട് കോഹ്ലി സ്വന്തമാക്കി. 287-ാം ഇന്നിംഗ്സിൽ 14,000 പിന്നിട്ട കോഹ്ലി 350 ഇന്നിംഗ്സിൽ നാഴികക്കല്ല് പിന്നിട്ട സച്ചിൻ ടെണ്ടുൽക്കറിനെ പിന്നിലാക്കിയിരിക്കുകയാണ്. 378 ഇന്നിംഗ്സിൽ 14,000 കടന്ന കുമാർ സംഗക്കാരിയാണ് പട്ടികയിൽ 3ാമൻ. 2017 ജൂണിൽ 175-ാം ഇന്നിംഗ്സിൽ 8,000 റൺസ് പിന്നിട്ടത് മുതൽ ഓരോ 1000 റൺസ് ചേർക്കുമ്പോഴും വേഗത്തിൽ അതിലേക്ക് എത്തിയ റെക്കോർഡ് കോഹ്ലിക്ക് തന്നെ സ്വന്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.